പാലാരിവട്ടം പോലീസിന്റെ മർദ്ദനമേറ്റ യുവാവ് അവശനിലയിൽ കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. ഭക്ഷണം കഴിക്കാൻ പോലും ആകാതെ അവശനിലയിൽ സീപോർട്ട് എയർപോർട്ടിൽ വെച്ച് പെപ്പർ സ്പ്രേ മുഖത്തടിക്കുകയും അതിനുശേഷം സ്റ്റേഷനിൽ കൊണ്ടുപോയി മർദ്ദിക്കുകയും ചെയ്തുവെന്ന് കറുകപ്പള്ളി സ്വദേശി മുഹമ്മദ് യൂസഫ് ന്യൂസ് 95 പറഞ്ഞു. എന്താണ് യഥാർത്ഥത്തിൽ ഉണ്ടായത്? ബോംബെ കഫേ എന്ന് പറഞ്ഞ കടയിൽ നിന്ന് ചായ കുടിച്ചുകൊണ്ടിരിക്കാൻ സീപോർട്ടുള്ള കടയിൽ 3-4 പേര് നടന്നു തൊപ്പിയൊക്കെ വെച്ചിട്ട് ഞാൻ ഗുണ്ടകളാന്ന് വിചാരിച്ചു. പെട്ടെന്ന് എൻ്റെ അടുത്തേക്ക് വന്നിട്ട് കണ്ണിലേക്ക് പെട്ടെന്ന് പെപ്പർ സ്പ്രേ അടിച്ചു. കണ്ണിലേക്ക് ഭാഗ്യത്തിനുണ്ട് ഒരു കണ്ണിലേക്ക് അത് പോയുള്ളൂ. ആ കണ്ണിപ്പോഴും മിന്നിക്കൊണ്ടിരിക്കണല്ല, വെള്ളം വന്നോണ്ടിരിക്കണ. എപ്പോഴാണ് സംഭവം നടന്നത്? കഴിഞ്ഞ ദിവസം വെളുപ്പിന് 3-2 മണി 2-3 മണിയായിട്ടുണ്ടാവും. അവിടെ നിന്ന് ഞാൻ ഓടി ഒരു പറമ്പിൻ്റെ അങ്ങോട്ട് എത്തി. അവിടെ നിന്ന് വീണ് ഞാൻ ബോധം കേട്ടു. വയറ്റിലധികം ഫുഡില്ലാത്ത കാരണം ഞാൻ തലയിറങ്ങി വീണു. അവിടെ നിന്ന് എന്നെ ഇങ്ങനെ പൊക്കി എണീപ്പിച്ചിട്ട് ചവിട്ടയും നല്ല ഇത് കൂമ്പിന് ഇവിടെയൊക്കെ ആയിട്ട് കൈവച്ചിടിച്ച് ഞാൻ ബോധം കെട്ടിട്ട് വീണ്ടും എന്നെ ചവിട്ടി. റോട്ടിൽ വെച്ചിട്ട് തന്നെ ബോധം കെട്ട് വീണു? റോട്ടിൽ വെച്ചല്ല, പറമ്പിന്റെ ഉള്ളിലേക്ക് കയറ്റിയിട്ട്. എന്നിട്ട് അവിടെ നിന്ന് ഇടിച്ച് നേരെ വണ്ടി കയറ്റി അതിൽ നിന്ന് ഇടിച്ച് സ്റ്റേഷനിൽ കൊണ്ട് ആദ്യം മെഡിക്കലിന് കൊണ്ടുപോയി, ജനറൽ ഹോസ്പിറ്റൽ. അവിടെ നിന്ന് ഞാൻ പറഞ്ഞിട്ട് അവരെന്നോട് കിടത്താണ്ട് ഒട്ടും വയ്യാണ്ടായി. എനിക്ക് നിൽക്കാൻ പറ്റില്ല, നടക്കാൻ പോലും പറ്റില്ല, കാലൊക്കെ തളർന്നു. ഏത് സ്റ്റേഷനിലുള്ള പോലീസുകാരാണ്? പാലാട്ടം സ്റ്റേഷനിൽ. അവരെ കണ്ടറിയോ? കണ്ടറിയാം. എന്നിട്ട് പിന്നീട് എന്താണ് സംഭവിച്ചത്? പിന്നീട് അവിടെ എന്നെ കൊണ്ടുവന്നിട്ട് നേരെ ഡ്രസ്സൊക്കെ ഊരിച്ച് നിക്കറിട്ട് ആ തറയൊക്കെ എടുത്തി സെല്ലിൻ്റെ ഉള്ളിൽ സ്റ്റേഷനിൽ പാലാട്ടം സ്റ്റേഷൻ. ഞാൻ അവിടെ നിന്ന് ബോധം കെട്ട് വീണ് രാവിലെ എനിക്ക് ബോധം തെളിയണം. അപ്പോൾ ദോശ കൊണ്ടുവന്നത് അതിൻ്റെ ഉള്ളിൽ അത് കഴിപ്പിച്ച് എന്നെ കൊണ്ട് അത് കഴിഞ്ഞ് എണീപ്പിച്ചിട്ട് പിന്നെ എന്നെ അടിയിൽ കൊണ്ടുപോയിട്ട് പോലീസുകാരുടെ അടിയിൽ മറ്റേ ഇത് വേഷത്തിൽ പലരും വന്നോണാണ് എന്നെ അടിയിൽ ഇരുത്തിയിട്ട് ഈ അടിമകളെ പോലെ ഈ മേശയുടെ അടിയിൽ ഇരുത്തിയിട്ട് ആൾക്കാരൊക്കെ വരുമ്പോൾ ഇങ്ങനെ മുടി വെക്കിട്ട് ഇതാണ് വടിവാളി യൂസ് എന്നും പറഞ്ഞാൽ കാണിക്കണം. അപ്പൊ പത്രത്തിൽ മെന്റൽ യൂസ് എന്നും പറഞ്ഞിട്ടുണ്ട്. ഇവരാണ് എനിക്ക് യഥാർത്ഥത്തിൽ പേരിട്ട് തന്നെ ഇപ്പൊ പേരിട്ടേക്കണതാണ്. ആദ്യം ഒരു പത്രത്തിലിട്ട് ആ പേരാണ്. എന്നിങ്ങനെ ഇതാക്കി എന്നെ ജീവിപ്പിക്കാൻ സമ്മതിക്കുള്ള വിഷയങ്ങളൊക്കെ അത് വെച്ചിട്ട് ഇപ്പൊ ജീവിക്കണമെന്നുള്ള ഇതിൽ ഇവരെന്നെ പെടുത്തിക്കൊണ്ടിരിക്കണ ജീവിക്കാൻ സമ്മതിക്കണില്ല. പല കേസുകളും ചാർത്തിക്കൊണ്ടിരിക്കണം. ഇപ്പൊ എന്റെ പഴയ തീർന്നു പോയ കേസുകൾ ഞാൻ കേസ് കൊടുക്കുമെന്ന് പറഞ്ഞായിരുന്നു എന്നെ ഇടിച്ചപ്പോ. അതുകൊണ്ട് എടുത്ത് വെച്ചിട്ട് എല്ലാം കൂടി വെച്ചിട്ടാണ് ഇപ്പൊ ഇതാക്കാൻ നോക്കിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ എന്റെ കൂട്ടുകാരെയൊക്കെ വഴി വെച്ച് കൂട്ടുകാരന്റെ വൈഫിനെ ഹറാസ് ചെയ്ത് എന്റെ കൂടെ നടക്കണമെന്നും പറഞ്ഞു എനിക്ക് സഹായം ചെയ്തെന്നും പറഞ്ഞു. മർദ്ദിച്ചപ്പോ എന്തൊക്കെ സംഭവിച്ചു? ഇപ്പൊ എന്റെ നടുവിന്റെ ആ ഭാഗത്ത് ചതവ്, നട്ടലിന്റെ ഈ ഭാഗത്ത് ചതവ്, പോയിട്ടില്ല, മൂത്രം അധികം പോകണില്ല. ഞാൻ മജിസ്ട്രേറ്റിന്റെ അടുത്ത് പറഞ്ഞു. എനിക്ക് അപ്പോഴും ഫുള്ളായിട്ട് ഇത് പറയാൻ പറ്റിയില്ല. എന്ന് വെച്ചാൽ അവിടെ നിന്ന് കണ്ണ് വീഴ്ച പേടിപ്പിച്ചുകൊണ്ടിരിക്കണ എസ് തന്നെ പറയാൻ വേണ്ടി പോകുമ്പോൾ അവിടെ ഞാൻ പെട്ടെന്നൊരു വാക്ക് പറഞ്ഞിട്ട് എനിക്ക് ജാമ്യം തന്നപ്പോൾ തന്നെ ഞാൻ അവിടെ നിന്ന് പൊയ്ക്കളഞ്ഞു. വിശദമായി വീണ്ടും എഴുതി കൊടുക്കാന്ന് പറഞ്ഞു ഹിയറിംഗിൽ. അത് കാരണം ഞാൻ ഇങ്ങനെ പോകുന്നു. അപ്പം എനിക്ക് അതുപോലും പറയാൻ പറ്റാത്ത അവസ്ഥയാണ്. അവിടെ നിന്ന് നോക്കി പേടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇയാൾ. ഇപ്പോൾ എന്തായാലും കേസായിട്ട് മുന്നോട്ട് പോകാൻ തന്നെ തീരുമാനം. ശല്യപ്പെടുത്തരുത്, എനിക്ക് ജീവിക്കണം. അതായത് ഒരു കേസും നിലനിൽക്കാതെയാണ് ഇപ്പൊ വന്ന് മർദ്ദിക്കുകയുണ്ടായത്. ഞാൻ കോംപ്രമൈസ് ചെയ്ത് എൻ്റെ ഉള്ള കേസൊക്കെ കോംപ്രമൈസ് ചെയ്ത് ഒരു പാസ്പോർട്ട് ഒക്കെ കിട്ടി ഇവിടെ പോവാന്നുള്ള ഇതിലാണ് ഞാൻ ചെയ്തോണ്ടിരിക്കണം. നന്നാവും സമ്മതിക്കില്ല. വക്കീൽ പറഞ്ഞ് എന്തുണ്ടെങ്കിലും നമുക്കത് കേസായിട്ട് ഇനി മുന്നോട്ട് പോവാം. ഈ മർദ്ദിച്ച 4 പേര് എത്ര പേരുണ്ടായിരുന്നു? ഒരു കേസ് എന്റെ പെൻഡിങ് കിടപ്പുണ്ട് ഇവർക്കെതിരെ കൊടുത്തത്. ഞാൻ ഒരു നോമ്പും പിടിച്ച് ഷൂ വിൽക്കാൻ വേണ്ടി പേപ്പർ, അത് ഇതിനു മുമ്പ് ഒരു CI ഇളമക്കരയിലുള്ളത്, അതിന്റെ പേപ്പർ ഇപ്പോഴും ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. എന്റെ ബന്ധുവിനെ എന്നെ പിടിച്ചിടിച്ച കേസ് വരെയും കിടപ്പുണ്ട്. അത് കേസ് നീങ്ങിയും കൂടി ഇല്ല അവിടെ നിന്ന്. ഇതിന് ആ പേപ്പർ ഞാൻ ഇപ്പോഴും എടുത്ത് വെച്ചേക്കണം. ഇതിനകത്ത് എന്തെങ്കിലും ആവശ്യം വരുമ്പോൾ എടുത്ത് കാണിക്കാൻ ഒരു ന്യായം കിട്ടണ്ടേ നമുക്ക്. അതായത് ഈ കേസിൽ നിരപരാധിയാണ് നിങ്ങൾ. കൂട്ടുകാർക്കെതിരെ ഹറാസ്മെന്റ് നടക്കുന്നുണ്ട്. പല കൂട്ടുകാരെയും ഇതേപോലെ ഇടങ്ങേറാക്കുന്നുണ്ട്. സ്റ്റേഷനിൽ ഇതിലൊക്കെ വിളിച്ചിട്ട് പോയി നമ്മളെ സഹായിക്കണം, പിടിക്കണം എന്നൊക്കെ പറഞ്ഞു. നിയമ നടപടിയായിട്ട് മുമ്പോട്ട് പോകാനാണ് തീരുമാനിച്ചത്.